ഹലോ, ഇന്ന് ഞാൻ അമ്മ കാണാണ്ട് രസഗുള ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചതാ. നോക്കുമ്പോൾ അമ്മ കണ്ടു. അമ്മേൻ്റെ മുഖത്ത് വേറെ എക്സ്പ്രഷനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞേരം അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു രസഗുളേൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വന്നു തുടങ്ങിയിരുന്നു. മീൻസ് പനീറിൻ്റെ ടെക്സ്ചറൊക്കെ വന്നു തുടങ്ങിയിരുന്നു, ഒരു പൊടി പൊടി മാതിരി. പക്ഷേ എന്തായാലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി. നല്ലോണം ഇളക്കി കുറുക്കി ഉണ്ടാക്കി. നല്ല ഒരു ഗുയി ടൈപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു, എന്താവും ഈശ്വരാ എന്നെല്ലാം വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അത് ഒരു നല്ല ക്ലോത്തിൻ്റെ അകത്തേക്ക് വെച്ച് അരിച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് എടുത്ത് വെച്ച് 1 മണിക്കൂർ വേണം അങ്ങനെ വയ്ക്കാൻ. പിന്നെ ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ അരിക്കുന്ന വീഡിയോ കാണിച്ചു തന്നില്ലല്ലോ, ഇത് അരിക്കുന്നുണ്ട് ഞാൻ. ആ നല്ലൊരു ക്ലോത്തിൻ്റെ അകത്ത് വേണം അരിക്കാൻ. കോട്ടൻ്റെ തന്നെ ആയിരിക്കണം. വേറെ തുണീൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ടെങ്കിൽ വലിങ്ങനെ അരിയത്തില്ല. പിന്നെ അരിപ്പേനെ കൊണ്ട് അരിക്കാനും പാടില്ല. പിന്നെ അത് നല്ലോണം പഞ്ചസാര പാനീൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ടു. പിന്നെ വെള്ളവും ഒഴിച്ചു കുറച്ച്. നമ്മൾ ഇടുന്ന പഞ്ചസാരേൻ്റെ 2 ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം. പക്ഷേ ഞാൻ നല്ലോണം ഇളക്കി പഞ്ചസാര ഉണ്ടോ എന്ന് തന്നെ സംശയപ്പെടുത്തുന്ന രീതിയിൽ ഇളക്കിയിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പിന്നെയും പഞ്ചസാര ഇട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ രസഗുള ഞാനത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കൈനെ കൊണ്ട്. എന്നിട്ട് നല്ലോണം കുഴക്കാൻ ശ്രമിച്ചു. പക്ഷേ മര്യാദക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലോണം ആക്കി വരാം. ചപ്പാത്തീൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ നല്ലോണം ഇതാക്കിയിട്ട് ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി പരത്തുന്ന സമയത്തുള്ള ആ ഒരു ടെക്സ്ചറിൻ്റെ അകത്താണ് ഞാൻ ആക്കിയത്. പിന്നെ ഞാൻ ആ രസഗുളയുടെ ഉണ്ടകൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടപ്പോഴാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനത് ഹൈ ഫ്ലെയിമിലായിരുന്നു ഇപ്പോൾ വെച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക, ലോ ഫ്ലെയിമിലും വെക്കുക, 2 ഇതായിട്ട് ചെയ്യണം. മീൻസ് ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹീറ്റ് കുറേ കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കാർഡമം ചേർക്കാൻ പറ്റും കേട്ടോ. നമ്മളെ പഞ്ചസാര പാനീൻ്റെ അകത്തേക്ക് കാർഡമം ചേർക്കാം. നന്നായിട്ട് പതിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ രസഗുളയായി. ബൈ.